ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാളെ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ജനാധിപത്യത്തോടും വോട്ടെടുപ്പിനോടും പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൽ റേഷൻ വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ പരിശോധനയ്ക്കുള്ള സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. വയനാട് മാനന്തവാടിയിലെ കടുവ ആക്രമണത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ ഗതാഗത ക്രമീകരണങ്ങളും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 7 മണി മുതൽ ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ പ്രാദേശിക ചാനലുകളിലും സംപ്രേഷണമുണ്ടാകും. ആകാശവാണിയുടെ പ്രാദേശിക ശൃംഖലകളിലും രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ പ്രക്ഷേപണം ചെയ്യും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയുടെ പശ്ചാത്തലത്തിൽ 7:25 ആകാശവാണി വാർത്ത 7:50 പ്രക്ഷേപണം ചെയ്യുക. കേരളത്തിൽ നിന്നും വിവിധ മേഖലകളിലെ പ്രഗത്ഭരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. പരിപാടിയിലേക്ക് പ്രത്യേക ക്ഷണം ലഭിച്ച NSS വളണ്ടിയറായ കോഴിക്കോട് കൊടുവള്ളി ആരാമ്പ്രം സ്വദേശി അമൽ ഹുസൈൻ ആകാശവാണി വാർത്തകളോട്. ഫറൂഖ് കോളേജിലെ ജിയോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ വർഷം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്കും എൻ്റെ കൂടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് കേരളത്തെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഫറൂഖ് കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് ഈ പ്രോഗ്രാം എത്തിച്ചേർന്ന് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രോഗ്രാം ഓഫീസേഴ്സ്, അതുപോലെ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റേഴ്സ്, സ്റ്റേറ്റ് കോർഡിനേറ്റർ എല്ലാവർക്കും നന്ദി പറയുന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി സംസ്ഥാനവും. രാജ്ഭവനിൽ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. നിയമസഭയിൽ സ്പീക്കർ AN ഷംസീർ ദേശീയ പതാക ഉയർത്തും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഹരിത പ്രഖ്യാപനങ്ങൾ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കും. മന്ത്രിമാരും ജനപ്രതിനിധികളും വിവിധ ജില്ലകളിൽ പ്രഖ്യാപനങ്ങൾ നിർവഹിക്കും. ഹരിത വിദ്യാലയങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങി ഈ മാസം 31 വരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൂടുതൽ പ്രവർത്തനങ്ങളും ഹരിത പദവി പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും അക്ഷീണ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഗവർണർ പറഞ്ഞു. I wish all the people in this country, and particularly in the state of our Kerala, will follow the democratic process principle and keep themselves ready for sacrifice to assure and to save the democracy at any cost. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഗണതന്ത്ര ദിന ആശംസകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസ നേർന്നു. സമത്വവും നീതിയും മതനിരപേക്ഷതയും സാഹോദര്യവും പുലരുന്ന സമൂഹമായി വളരാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ആകാശവാണി സംഘടിപ്പിക്കുന്ന ദേശീയ കവി സമ്മേളനം ഇന്ന് രാത്രി 10 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. 400ഓളം കവികൾ പരിപാടിയുടെ ഭാഗമാകും. ഇന്ത്യയുടെ ജനാധിപത്യം ആധുനിക ലോകത്തിന് അതുല്യമായ മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുന്നത് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിന്റെ പ്രധാന അടയാളമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 15ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷ പരിപാടിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സമ്മതിദായക ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 100% സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തോടും വോട്ടെടുപ്പിനോടും പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്നും ഗവർണർ പറഞ്ഞു.
സംസ്ഥാനത്ത് റേഷൻ വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചു. ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കരാറുകാരുടെ സമരമാണ് ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒത്തുതീർപ്പായത്. അതേസമയം തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതിനാൽ സ്റ്റോക്ക് എത്തിക്കുന്നതിൽ പ്രതിസന്ധി നേരിടാനാണ് സാധ്യത. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ക്യാൻസർ ബാധിതർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ആശുപത്രികളെയും താലൂക്ക് ആശുപത്രികളെയും ക്യാൻസർ സെന്ററുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രിഡ് സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ പരിശോധനയ്ക്കുള്ള സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. 30 വയസ്സിന് മുകളിലുള്ളവർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിന്റെ വികസന പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. വയനാട് ADM സമരക്കാരുമായി ചർച്ച നടത്തി. കടുവയെ കൊല്ലണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ നാളെ മുഖ്യ വനപാലകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം ചേരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കി. ഈറ്റയിലും മുളയിലുമെല്ലാം നിർമ്മിച്ച കരകൌശല വസ്തുക്കൾ കണ്ട് നാം പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അത്ര സൂക്ഷ്മതയോടെയാണ് അവയുടെ നിർമ്മാണം. അതുപോലെ ആരെയും അമ്പരിപ്പിക്കുന്ന ഒന്നാണ് ഇടുക്കി വെൺമണിയിലെ ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങൾ നെയ്തുണ്ടാക്കുന്ന കണ്ണാടിപ്പായ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. അപൂർവമായി ലഭിക്കുന്ന ഞൂഞ്ഞിൽ ഈറ്റയിലാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മാണം. ഊരാളി, മന്നാൻ, മുതുവാൻ, കാടാർ വിഭാഗങ്ങളിലുള്ളവരാണ് പ്രധാനമായും കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. നെയ്യാൻ 1 മാസത്തോളം സമയമെടുക്കും. മിച്ചം വരുന്ന ഈറ്റയുടെ അളി ഉപയോഗിച്ച് ബാഗ്, പേഴ്സ്, ഫ്ലവർ വൈസുകൾ തുടങ്ങിയവയെ നിർമ്മിക്കും. 6 അടി നീളവും 4 അടി വീതിയുമുള്ള കണ്ണാടിപ്പായ ഒരു കൈവണ്ണത്തിലുള്ള മുളങ്കുഴലിൽ ചുരുട്ടി സൂക്ഷിക്കാമെന്നതും പ്രത്യേകതയാണ്. വലിയ പായയ്ക്ക് 30,000 രൂപ വരെ ഇന്ന് വിലയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ചെന്നൈയിൻ FC പോരാട്ടം. രാത്രി 7:30 ഗോവ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം പകുതിയായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഡയബറ്റീസ് കോൺക്ലേവിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗികളുടെ എണ്ണം ഉയരുന്നത് കണക്കിലെടുത്ത് രോഗാതുരത കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA യെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലാണ് MLA യെ വിട്ടയച്ചത്. തുടർച്ചയായി 3 ദിവസമാണ് അന്വേഷണ സംഘം MLA യെ ചോദ്യം ചെയ്തത്. UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാത്ര കണ്ണൂർ കരുവഞ്ചാലിൽ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 27 ജില്ലയിലെ ആറളത്തും കൊട്ടിയൂരിലും പര്യടനം നടത്തിയ ശേഷം യാത്ര വയനാട്ടിലേക്ക് പോകും. പ്രധാന വാർത്തകൾ വീണ്ടും. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാളെ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ജനാധിപത്യത്തോടും വോട്ടെടുപ്പിനോടും പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൽ റേഷൻ വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ പരിശോധനയ്ക്കുള്ള സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. വയനാട് മാനന്തവാടിയിലെ കടുവ ആക്രമണത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:50.